വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ മറ്റൊരു പഠന ഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ ഈ സെഷൻ ആരംഭിക്കുന്നത്. എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഈ സെഷൻ നടത്താം. ശരിയായ വിശ്വാസം പഠിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും നമ്മുടെ കർത്താവ് തൻ്റെ പ്രഭാഷണം പറയുന്ന സമയം കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്ന കാര്യമില്ല. കർത്താവ് അവിടെ വലിയൊരു ഉദാഹരണവും പറയുന്നുണ്ട്. ശലോമോനെ നിങ്ങൾ നോക്ക്. ശലോമോൻ എത്ര ഗംഭീരമായിരിക്കുന്ന പ്രൗഢിയായിരിക്കുന്ന ഒരു ജീവിതമാണ് ശലോമോൻ ഉണ്ടായിരുന്നത്. കർത്താവ് പറയുക, നോക്ക്, നിങ്ങൾ ഒരു വയലിലെ പുൽച്ചെടിയെ നോക്ക്. പുൽച്ചെടിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എത്ര മനോഹരമായിട്ടാണ്. അതിൻ്റെ ആ സൗന്ദര്യം എത്ര ഭയങ്കരമാണ്. അത് ഒരു ദിവസത്തേക്കാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ശലോമോൻ തൻ്റെ സർവ്വമഹത്വമായി വന്നപ്പോലും ഈ പുൽച്ചെടിയുടെ മുമ്പിൽ ഒന്നുമല്ലവൻ. കാരണം സ്വയസിദ്ധമായി തനിയെ വർണ്ണങ്ങൾ സൃഷ്ടിക്കുവാൻ, തനിയെ മനോഹരമായ പുഷ്പങ്ങൾ വിരിയിക്കുവാൻ, എല്ലാം സ്വയം പര്യാപ്തതയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ഒരു പുൽച്ചെടി. ഒരു ദിവസത്തേക്കാണ് അത് വളരുന്നത്. ഒരു ദിവസത്തേക്കാണ് അതിൻ്റെ കളറുകൾ അത് കോമ്പിനേറ്റ് ചെയ്ത് അതിൻ്റെ കോമ്പിനേഷനിൽ റെഡിയാക്കി മനോഹരമായിരിക്കുന്ന ഇതളുകൾ, അതിൻ്റെ ഇലകൾ എല്ലാം അത് സ്വയമായി എല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ചെടി. ശലോമോന്റെ സർവ്വസമ്പത്തും എന്ന് പറയുന്നത് നൂറുകണക്കിന് മനുഷ്യര് അനേക നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു മനോഹാരിതയാണ്. എന്ന കർത്താവ് പറയുക, എന്നാൽ ഒരു പുൽച്ചെടി അത് സ്വയസിദ്ധമായി സ്വയം പര്യാപ്തതയോടെ അതിൻ്റെ വർണ്ണങ്ങളെയും മനോഹാരിതയും ഉണ്ടാക്കാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ആ പുൽച്ചെടി ശലോമോൻ തൻ്റെ മഹത്വവുമായി വന്നാൽ ഈ പുൽച്ചെടിയുടെ മുമ്പിൽ ഒന്നുമല്ല. എങ്ങനെയൊന്നും അല്ലാതാകും? ശലോമോൻ പറയുക, നോക്ക, ഞാൻ എത്ര വലിയ മഹത്വത്തോടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ പുൽച്ചെടി പറയും, നൂറുകണക്കിന് ആൾക്കാര് എത്രയോ കാലങ്ങള് എത്രമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ മനോഹാരിത. എന്നാൽ ഞാന്, എൻ്റെ സൃഷ്ടാവ്, എല്ലാം എനിക്ക് സ്വയമേ ചെയ്യുവാൻ സ്വയം പര്യാപ്തതയോടെ എന്നെ സൃഷ്ടിച്ചു വിട്ടു. ഞാനതെല്ലാം സ്വയമായി ഇതെല്ലാം ഞാൻ തനിയെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ മനോഹാരിത ഒരു ദിവസത്തേക്ക് വേണ്ടി. അവിടെയാണ് ശലോമോൻ തോറ്റുപോകുന്നത്. സ്വന്തമായി ഒരു പുൽച്ചെടി എല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുന്നു. ശലോമോൻ അത് കഴിഞ്ഞിട്ടില്ല. അതാ യേശു പറയുന്നത്, ശലോമോൻ തൻ്റെ സർവ്വമഹത്വവുമായി വന്നാൽ ഈ പുൽച്ചെടിയുടെ മുമ്പിൽ ഒന്നുമല്ല. പുൽച്ചെടി പറയും, ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി എത്ര മനോഹരമായിട്ടാണ് ഞാൻ ഓരോ വർണ്ണങ്ങളും ഓരോ കാര്യങ്ങളും ഞാൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. എൻ്റെ സൃഷ്ടാവിനെ അങ്ങനെ സ്വയം പര്യാപ്തതയിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു വലിയ കാര്യമാണ് കർത്താവ് അവിടെ പഠിപ്പിച്ചത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാ, നിങ്ങൾ അതിനേക്കാളും വലിയ ആൾക്കാരാണ്. ഈ പുൽച്ചെടിയേക്കാളൊക്കെ വളരെ വലുതാണ് നിങ്ങൾ. അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് സ്വയമായി നിങ്ങളിൽ എത്തിച്ചേരുവാൻ, അതെല്ലാം സ്വയമായി നിങ്ങളിലേക്ക് വരുവാനുള്ള സംവിധാനങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ കർത്താവ് അവിടെ പറയുന്നത്. അതിന് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം സ്വയമായി നിങ്ങളിലേക്ക് വരാൻ, നിങ്ങൾക്ക് ഒരു സെൽഫ് സസ്റ്റൈൻ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകാൻ, ഉണ്മാനും ഉടുപ്പാനും ധരിപ്പാനും പാർക്കാനും ഒക്കെ നിങ്ങൾക്ക് വളരെ അടുക്കും ചുറ്റോടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവ് പറയുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്താണ് രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളത്. രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് ഇവിടെ വന്നത് ഒരു രാജ്യത്തിന്റെ കാര്യം പറയാനായിട്ടാണ്. ആ രാജ്യത്തിന്റെ പേര് ദൈവരാജ്യം എന്നാണ്. രാജ്യത്തിന്റെ സുവിശേഷം യേശു പറഞ്ഞു എന്നാണ്. ഒരു രാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് യേശു. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നു. നിങ്ങൾ അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങളെടുത്തൊരു ഇൻട്രൊഡക്ഷൻ തരണം. ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയണം. ആ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ മുതൽ നിങ്ങൾ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അവിടെ പോയാൽ എങ്ങനെയാണ്, അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എന്താണ്, അവിടെ ചെന്നാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഭരണം എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തേക്ക് എത്തും. ആ രാജ്യത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങളവിടെ ജീവിക്കാൻ തുടങ്ങിയാൽ ആ രാജ്യത്തിന്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാനായിട്ട് പറ്റും.
അപ്പോ നമ്മൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കേൾക്കേണ്ടത് ഈ ദൈവരാജ്യത്തെ പറ്റി കേൾക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവരാജ്യത്തെ പറ്റി കേൾക്കുന്നത്? ഈ ദൈവരാജ്യത്തെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു കർത്താവ് പറയുന്ന ഈ ദൈവരാജ്യത്തെ പറ്റി നമ്മൾ നന്നായി കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ കർത്താവ് ദൈവരാജ്യത്തെ പറ്റി വിവരിക്കുവാൻ കർത്താവ് എന്തുമാത്രം എഫേർട്സ് ആണ് ഇടുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു, നിങ്ങൾക്കത് എങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നിട്ട് കർത്താവ് എത്രയോ ഉദാഹരണങ്ങളാണ് പറയുന്നത്. സ്വർഗരാജ്യം ഒരു കടുകുമണിയോളം സദൃശ്യം, സ്വർഗരാജ്യം ഇന്നതിനോട് സദൃശ്യം, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം, ഒരുവൻ അതിനെ അന്വേഷിച്ചു ചെന്നു കണ്ടെത്തി തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ സ്വർഗരാജ്യത്തെ അവൻ വയലിനെ അവൻ വാങ്ങിച്ചെടുത്തിരിക്കുന്നു. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളാ പറഞ്ഞിരിക്കുന്നത്. ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കേൾക്കണം, എന്നിട്ട് അതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കണം. അതിൽ നിന്നെല്ലാം ഓരോ വെളിപ്പാടുകളാണ്, ഓരോ ഉദാഹരണങ്ങൾ, ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. ദൈവരാജ്യം ഞാൻ ഏതിനോട് ഉപമിക്കേണ്ടു? ഇപ്പോൾ ഒരാൾ പറയാണ് അമേരിക്കയെ ഞാൻ എങ്ങനെയൊന്ന് ഉപമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പല സൗകര്യങ്ങൾ പറയാം. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ഭയങ്കര വൃത്തിയുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ റോഡുകളല്ല, വാഹനങ്ങളൊക്കെ അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങളാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ നിൽക്കുന്ന നമ്മളോടത് പറയാൻ അദ്ദേഹം ബുദ്ധിമുട്ടും. കാരണം അവിടുത്തെ ഫെസിലിറ്റി നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ പാടാണ്. അപ്പൊ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അദ്ദേഹം വിഷമിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് നമ്മൾ ഈ ദൈവരാജ്യത്തെ പറ്റി കർത്താവ് പറഞ്ഞ ഈ ഉപമകളെല്ലാം നമ്മൾ നിരന്തരം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശ്യമാണ്. ഏറ്റവും ചെറിയ വിത്ത് അതിനെ ഒരുവൻ കൊണ്ടുപോയി ഇട്ടു, വയലിൽ നട്ടു, അത് വളർന്നു, അത് ഏറ്റവും വലിയ വൃക്ഷമായി മാറി. ഒരു കടുകുമണി എന്ന് പറയുന്ന സാധനം എന്തുമാത്രം വളരുമെന്ന് നമുക്കറിയാം. കർത്താവ് പറയാം, പക്ഷെ ഈ കടുകുമണി എന്ന് പറയുന്ന വിത്ത് ഒരു വലിയ വൃക്ഷമായി മാറി. അപ്പൊ അതെന്താ അർത്ഥമാക്കുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾ ചെറുതായി ഒന്ന് വന്ന് കയറി ആ ദൈവരാജ്യത്തിൽ നിങ്ങളൊന്ന് ചെറുതായി നിങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ആ ദൈവരാജ്യത്തെ പറ്റി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ, നിങ്ങളെ വളർത്തുന്ന സംവിധാനമുണ്ട് ഈ ദൈവരാജ്യത്തിനകത്ത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ദൈവരാജ്യത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് അനേകം മർമ്മങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീരും. അങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ നീതി അന്വേഷിക്കുക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ലഭിക്കേണ്ട നീതി എന്താണ്? ഈ നീതി അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദൈവം ഓരോ നീതികൾ തരും. ആ നീതി എന്താണ്? ഞാൻ ഈ ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കേണ്ടവനാണ്, സമൃദ്ധിയായി ജീവിക്കേണ്ടവനാണ്, സന്തോഷത്തോടെ ജീവിക്കണം, അതെന്റെ നീതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ചിന്തിക്കുകയും ഇതെനിക്ക് വേണം, ഇതെനിക്ക് ലഭിക്കും, ദൈവം എനിക്ക് തരുമെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വലിയ വിശ്വാസം നമ്മളിൽ ഉരുവാകുകയും നമ്മൾ അങ്ങനെ ജീവിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ നടക്കുന്ന ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്, ഈ സെഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനാണ്. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ കമന്റ് ഇട്ടാൽ നിങ്ങളെയും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസം വളർത്തുന്നതിനും വിശ്വാസം പഠിക്കുന്നതിനുമുള്ള ഈ കോഴ്സിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം, ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.